ഇഷ്ടം പോലെ സിനിമകൾ കാണാൻ കിടക്കുക, അതൊന്നും കണ്ടിട്ടില്ല. മലയാളത്തിലല്ല എന്നാൽ പോലുമേ. അപ്പോഴാണ് ഇവൻ്റെ പൊട്ടത്തരം പോയിരുന്ന് തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ പോകും ഊളകളെ. അയ്യോ, എനിക്കിതുപോലത്തെ പൊട്ടന്മാരെ എങ്ങനെയാണ് നിങ്ങൾക്ക് സഹിക്കുന്ന? ഇവന്മാരുടെ സിനിമ കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വിനീത് ശ്രീനിവാസനും ഒക്കെ എടുത്തുകൊണ്ട് വരുന്ന സിനിമയൊക്കെ കണ്ടുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നു? നിവൃത്തിയിടുമല്ലോ ഉണ്ടോ? വേറൊരു ഭാഷയും മനസ്സിലാവുന്നില്ലേ മലയാളം അല്ലാതെ? വേറെ സിനിമകളൊക്കെ കാണാൻ നോക്കിയാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷൊന്നും മനസ്സിലാവാത്തതുകൊണ്ടാണോ ഈ മലയാളം പടം തന്നെ ഇരുന്ന് കാണുന്നത്? എല്ലാം സബ് ടൈറ്റിലിട്ട് വായിച്ചാണെങ്കിലും അത് മനസ്സിലാക്കി എടുക്കണമെന്നേ. ഇവിടുത്തെ ഒരു പടം കണ്ട് സമയം വേസ്റ്റാക്കുന്ന 3 മണിക്കൂർ, 2.5-3 മണിക്കൂറൊക്കെയാണ് സിനിമ. അതാണ് 1-1.5 മണിക്കൂർ കൊണ്ട് തീരും. 2 പ്രാവശ്യം ആ സിനിമ ഞാൻ കണ്ടാൽ പോലും മലയാളം സിനിമ ഒരു പ്രാവശ്യം കാണുന്ന സമയമേ എടുക്കത്തുള്ളൂ, അത്രയും തന്നെ ക്ഷീണിക്കത്തുള്ളൂ നമ്മൾ. അപ്പോൾ മറ്റേതല്ലേ നല്ലത്? ഇറ്റാലിയൻ തുണ്ടുപടം എല്ലാം പൊളിയാണ്. അത് അവിടെയൊക്കെ എന്ത് ചെയ്താലും പൊളിയായിരിക്കുമല്ലോ. ഇവിടുത്തെ പോലല്ല, ഇവിടുത്തെ തുണ്ട് പോലല്ല ലോകത്ത് എവിടെയും തുണ്ട്. ഇവിടുത്തെ ആൾക്കാർ ഈ കളിക്കുന്നതൊക്കെ ഇങ്ങനെ കാലിട്ട് ഉരയ്ക്കുക, നേരത്ത് കയറിയിട്ട് ഒരുമാതിരി വല്ലാത്ത കണ്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിൽ നിന്ന് ലീക്ഡ് വീഡിയോ എന്ന് പറഞ്ഞ് കാണിക്കുന്ന വീഡിയോ കണ്ടിട്ടില്ലേ? എന്ത് ഇമാർ കിടന്ന് കാണിക്കുന്നത് നമ്മൾ ആലോചിച്ച് പോകും. ഇവരെന്ത് കിടന്ന് കളിക്കുന്നത്? ഒരു പെണ്ണിനെ കയറി അങ്ങ് പിടിച്ച് ആമയ്ക്ക് ഏണ്ട കുറേ കാണിക്കാൻ അറിയാം, അതെല്ലാം അങ്ങ് കാണിക്കുക. എല്ലാവരും ഒരുപോലെ കളിക്കുന്നതെന്ന് തോന്നുന്നല്ലേ? ഈ നാടിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എല്ലാവരും ഒരുപോലെ. എല്ലാവരും അത്രേ പഠിച്ചിട്ടുള്ളൂ, എല്ലാവരും കണ്ടത് ഒരേ തുണ്ടാന്ന് തോന്നുന്നു. അതിൻ്റെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല. ഈ പൊട്ടന്മാർ ഇപ്പം കണ്ടില്ലേ ഇറ്റാലിയൻ തുണ്ട് ബെറ്റർ ആയിരിക്കും ഉറപ്പായിട്ടും. മലയാളം തുണ്ട് പോലൊന്നും ആയിരിക്കത്തില്ല. അത് സിനിമയുടെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് പോകും. അവിടുത്തെ സ്റ്റാൻഡേർഡ് വേറെയാ. ഇനിയിപ്പോൾ അവരങ്ങനെ പുരോഗമിച്ച രാജ്യമായി പോയി, എന്ത് ചെയ്യാൻ പറ്റും? അത് പണ്ടേ അവരങ്ങനെ, അതുകൊണ്ടാണല്ലോ ഇവിടെയൊക്കെ വന്ന് ബ്രിട്ടീഷുകാരൊക്കെ കോളനി അടിച്ച് അടിമകളാക്കിയത് ഇവിടെ ഉള്ളവന്മാരെ. ബ്രോ എല്ലാം തികഞ്ഞതാണോ? ആര്? അങ്ങനെ സംഭവം ഇല്ലല്ലോ. എല്ലാം തികഞ്ഞ ഒരു സാധനം ഇല്ല. പിന്നെ തമ്മിൽ ഭേദമൊന്നും ഒരു സാധനമുണ്ട്, അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. ഈ ഊളകളെ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു രീതിയിലും മനസ്സിലായിട്ടില്ല. വിനീത് ശ്രീനിവാസനൊക്കെ സംസാരം തുടങ്ങുമ്പോഴേ സ്കിപ്പ് ചെയ്തേക്കണം, അല്ലെങ്കിൽ പൊട്ടത്തരം കേട്ട് നമ്മളിവിടെ പൊട്ടനായിപ്പോവും. അതിനൊന്നും നിൽക്കല്ലേ. ചെഗു ഇറ്റലിയിൽ ജനിക്കേണ്ടതാണ്. ഇറ്റലിയില്ല, അമേരിക്കയിലാണ് എനിക്ക് ജനിക്കേണ്ടത്. ഇവിടുത്തെ റൊമാൻസ് മൂവീസ് എൻഡ് കള്ളീസ് ആണ്. CM ഫോട്ടോ കത്തിച്ച മൂവിയെപ്പറ്റി വീഡിയോ പോടുക, അതാരടെ? മൈ ഇന്ത്യൻ മൂവീസ് ഡോണ്ട് ഗെറ്റ് ഓസ്കാർ. അതിന് ഓസ്കാർ കിട്ടാൻ ഇവിടെ നിന്ന് എങ്ങനെയാണോ ഇന്ത്യൻ മൂവീസ് ഓസ്കാർ എടുക്കാനൊരു പടം എടുക്കണമെന്നുണ്ടെങ്കിൽ ഓസ്കാർ വേണമെന്ന് ഒരു സിനിമ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചാൽ നല്ല ബഡ്ജറ്റാവും. എന്നാലോ കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. നല്ല പൈസ മുടക്കിയാൽ ഈ ഓസ്കാർ മൂവീസൊക്കെ കണ്ടിട്ടില്ലേ? അവിടെ വന്ന് ഈ ടൈറ്റാനിക് പോലത്തെ പടത്തിനൊക്കെ ഓസ്കാർ കിട്ടുമ്പോൾ അത് എത്ര കോടി മുടക്കി എന്തോരം ആൾക്കാർ പണിയെടുത്ത സിനിമയാണ്. അതേപോലത്തെ ഒരു പടം ഇവിടെ എടുക്കാമെന്ന് വിചാരിച്ചാൽ ഇവിടെ അതിനുള്ള ആൾക്കാരില്ല. പിന്നെ അഥവാ ഉണ്ടായാൽ പോലും ഇമാരെടുത്താൽ അങ്ങനെ ആകത്തില്ല. അവസാനം കോടികൾ മുടക്കിയത് വെറുതെ ഇവിടെ ഉള്ളവന്മാരോട്ട് കാണത്തുമില്ല. ഈ പറഞ്ഞ പോലെ ഇവിടെ കൊള്ളാവുന്ന രീതിയിൽ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഓടത്തില്ലല്ലോ. ക്ഷീണമായല്ലോ എന്ന്. BJPയെ കുറിച്ച് എന്ത് പറയാം? ചേർത്താൻ ബിഗ് ബോസ് പോകുമോ? ഒരിക്കലുമില്ല, ഫീസിബിൾ അല്ല. എന്ത് LJPയോ LPG അല്ലേ? വിനീത് ശ്രീനിവാസൻ കേരളത്തിലെ കോളേജ് പിള്ളേരെ പ്രേമിച്ച് ലോലന്മാരാകാൻ പ്രതിജ്ഞ എടുത്ത പോലെ ഈ കാട്ടിക്കൂട്ട് ആണെന്നേ. കഷ്ടം തോന്നും. പെണ്ണുങ്ങളൊന്ന് അറിഞ്ഞ് സഹകരിക്കണം. ലിജോ ജോസിനെ പറ്റി ഒന്നുമില്ലടോ. ചെഗു വേർ ക്യാൻ ഐ വാച്ച് ആട്ടം ഓൺലൈൻ? എനിക്കൊന്ന് ആമസോണിലാണെന്ന് തോന്നുന്നു. അതോ ചുമ്മാ ഒന്ന് ആട്ടം ഒന്ന് തപ്പി നോക്കണോ. അത് ഗൂഗിളിലോട്ട് കയറിയിട്ട് ആട്ടം മൂവി നടിച്ചു നോക്കിയാൽ അതിൻ്റെ ലിങ്ക് വരത്തില്ലേ? പ്രമേഹം ആക്ടിങ് എങ്ങനെ? അത് കൊള്ളാം. കുറേ എണ്ണം ആടുജീവിതം ഓസ്കാർ കിട്ടും കരുതി ഇരിപ്പുണ്ട് മൈരിട്ട്. അത് അത്ര വിവരമില്ലാത്തവർക്ക് തോന്നും അങ്ങനെയൊക്കെ കിട്ടുമെന്നൊക്കെ, അല്ലാതെ ആൾക്കാർക്കൊക്കെ അറിയാം. നോ പ്ലാൻ ടു ചേഞ്ച്, നോ പ്ലാൻ ടു ഇംപ്രസ്. ചുമ്മാതാ. വൈശാഖൻ തമ്മിയുടെ വീഡിയോ ഒക്കെ ഞങ്ങൾ പണ്ട് തൊട്ടേ കാണുന്ന. വൈശാഖൻ തമ്മിയുടെ ആദ്യത്തെ വീഡിയോ തൊട്ട് ഞാൻ കാണുന്നുണ്ട്. ലാലപ്പൻ ആട്ടം അടിപൊളി അല്ലേ? സൂപ്പർ പടമല്ല, നല്ല സിനിമ. എന്തെല്ല സിനിമയാണെന്നറിയോ? അയ്യോ, അങ്ങനെ ഒരു കഥ അത്യാവശ്യമാണ് ഇവിടെ. ആ സമയത്ത് അവർ ചെയ്തു. മോഹൻലാലും ശോഭനയും വീണ്ടും വരുന്നു, എന്താ അഭിപ്രായം? വീണ്ടും വന്നിട്ട് സൈഡിൽ കൂടെ 2 പേരും അങ്ങ് പൊക്കോളും. ഒരു പട്ടിക്ക് പോലും കാണണ്ട ഈ രണ്ടിനെയും പാഴുകൾ. രണ്ടിനും അഭിനയിക്കാനും അറിയത്തില്ല ഇപ്പോൾ വന്ന്. രണ്ടിനെയും പറഞ്ഞങ്ങ് വിട്ടേക്കണം സൈഡിൽ കൂടെ. ഒന്നിച്ചങ്ങ് പുറത്ത് കാണിക്കാതെ എവിടെയെങ്കിലും പോയി ഇരുന്നുകൂടാന്ന് ഒന്നിച്ചെങ്കിൽ. എന്തിനീ നാട്ടുകാരെ കാണിക്കാൻ വരുന്നത്? സിനിമ അങ്ങ് എടുക്കും, ഒന്നിച്ച് സിനിമ എടുക്കാം.